അത് നന്നായി. നമ്മുടെ ഇര ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ട്. അനു വീട്ടിലെത്തിയോ? അവള് വന്നിട്ടുണ്ട്. അവളെ അവിടെ ഇട്ടൊക്കെ തീർത്തളയാ സാർ. ആർക്കും സംശയം തോന്നരുത്. വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ പ്ലാൻ നടപ്പാക്കാൻ. ഊർമിള ഇവിടെ തന്നെയുണ്ട്. അവൾക്ക് സംശയം തോന്നരുത്. അവൾ തനിച്ചാണോ കൂടെ കാമുകനുണ്ടായിരുന്നോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവനിവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. അല്ല, അങ്ങനൊരു കാമുകൻ അവൾക്കുണ്ടെങ്കിൽ അവനെ അങ്ങ് തീർത്തേക്കാം സാർ. താനിങ്ങോട്ട് വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഞാൻ വന്നേക്കാം. അനു തിരികെ ഹോസ്റ്റലിലേക്ക് പോവാതെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഞാൻ അവിടെ വരുന്നതുവരെ അവളെ പുറത്തു വിടരുത്. ഞാൻ പ്രതീക്ഷിച്ചാളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എന്നെ എത്തിക്കുന്നു. അവൻ ഇവിടെ വരണം. അവനെ തേടിയായി ഞാൻ വന്നത്. താങ്ക് യു രഘുനന്ദ. ഒരാൾ തല്ലിയതുപോലെ തോന്നിയല്ലോ. അതോ മസിൽ പിടുത്തുണ്ടായതാണോ? എടോ, താൻ എന്തിനാ എവിടെ നിന്ന് പരുങ്ങുന്നത്? ഒളിഞ്ഞു നോക്കാൻ ഇവിടെ എന്തിരിക്കുന്നു? ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി അറിയാൻ വന്നതാ. എന്റെ ശമ്പളം കൂട്ടുന്നതിനെ കുറിച്ച്. തനിക്ക് ശമ്പളം കൂട്ടി തരണം അല്ലേ? ഒരു തവണ സാറിനോട് ആവശ്യപ്പെട്ടതാ. ഒന്ന് മൈൻഡ് ചെയ്യണം സാർ. ശമ്പളം കൂട്ടി കൊടുക്കാത്തതിന് ഇവനാണോ ഒളിച്ചു നിന്ന് അടിച്ചത്? സാർ, ഞാൻ പറഞ്ഞ കാര്യം. അറിയപ്പെടാ, തനിക്ക് ശമ്പളം കൂട്ടാൻ എനിക്ക് സൗകര്യമില്ല. ശമ്പളം ഊർമിള എന്തോ ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു. അനുവിനെ പേഴ്സണലായിട്ടൊന്ന് കണ്ടാലോ? റൂമിൽ അവൾ തനിച്ചായിരിക്കും. അവളെ തനിച്ചൊന്ന് കാണണം. നിനക്ക് അനുവിനെ കാണാൻ അത്രയ്ക്ക് കൊതിയായോ? ആ കൊതി ഞാൻ മാറ്റിത്തരാം. നന്ദ, നന്ദ, എന്തു വെച്ചു നന്ദ? പടി കയറിയപ്പോ കാല് പെട്ടെന്ന് സ്ലിപ്പായി. നല്ല അതിനുണ്ട്. കാല് വേങ്കി പടി കയറാൻ പോയ എന്തിനാ? വാ, എഴുന്നേക്ക്. വരുന്നുണ്ടാ, നമുക്ക് റൂമിലേക്ക് പോവാം. അനുവിനെ തനിച്ച് കാണാനുള്ള തന്റെ കൊതി മതിയായില്ലേ? ഇനി കുറച്ചു പോയി വിശ്രമിക്കേ.